140 കോടി ജനങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ 100 ഗ്രാം വെയിറ്റ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഫോഗട്ടെയെക്കുറിച്ച്. പൊന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത്, ഫോഗട്ടെ നീയാണ് പൊന്ന് എന്ന മനോരമയുടെ ഈ ടൈറ്റിൽ തന്നെ നോക്കൂ. പോട്ടെ നീയാണ് പൊന്ന് എന്നും വായിക്കാം. ഫോഗട്ടെ നീയാണ് പൊന്ന്. ഇല്ല വിനേഷ്, നീ ഒറ്റയ്ക്കല്ല. ദൗർഭാഗ്യകരമായി മെഡൽ നഷ്ടം കൊണ്ട് നിർണയിക്കപ്പെടേണ്ടതല്ല നിന്റെ പോരാട്ടങ്ങൾ. ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലുമെല്ലാം രാജ്യത്തിനായ അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച ചിരിക്കുന്ന മുഖം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഈ കഠിന ഭാരവും നമ്മൾ കടന്നുപോകും. 100 ഗ്രാം കഥനം ഭാരം. 2 ദിവസത്തിനിടെ വിനേഷ് ഫോഗട്ടിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ത്? കാരണം ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും സെമി മത്സരത്തിലുമെല്ലാം 50 കിലോ തന്നെയായിരുന്നു ഫോഗട്ടയുടെ ഭാരം. അതിനുശേഷമാണ് ഈ 100 ഗ്രാമിൻ്റെ വ്യത്യാസം ഫൈനലിന് തൊട്ട് മുമ്പ് സംഭവിച്ചത്. അപ്പോൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന ചർച്ചയാണ് വളരെ സജീവമായുള്ളത്. മാതൃഭൂമി 100-ൽ നീറി എന്ന തലക്കെട്ടോടെയാണ് വിനേഷിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്. വിനേഷ്, നീയാണ് പോരാളി, നീയാണ് ജേതാവ്, നീ ചിരിക്കുക, ഒപ്പമുണ്ട് 144 കോടി ഹൃദയങ്ങൾ. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, വിനേഷ്, താങ്കൾ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ്. ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ്. ഇന്നത്തെ തിരിച്ചടി വേദനിപ്പിക്കുന്നു. താങ്കൾ പ്രതിരോധത്തിൻ്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം. വെല്ലുവിളികളെ തലയുയർത്തി നേരിടുക എന്നത് താങ്കളുടെ സ്വഭാവം. ശക്തമായി തിരിച്ചു വരൂ, ഞങ്ങളെല്ലാം ഒപ്പമുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്, വിനേഷ് ഫോഗട്ടിനെ സാങ്കേതിക കാരണങ്ങളാൽ അയോഗ്യയാക്കിയത് ദൗർഭാഗ്യകരമാണ്. ഇതിനെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായി നേരിടണം. വിനേഷ് തോറ്റുകൊടുക്കുന്ന ആളല്ല. അവർ കൂടുതൽ ശക്തമായി തിരിച്ചെത്തുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ എന്നും രാജ്യത്തിന് അഭിമാനമാണ്. രാജ്യം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വിനേഷ് ഇപ്പോഴും ചാമ്പ്യൻ. പാരീസ് ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടിന്റെ അസാധാരണ നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ആവേശഭരിതരാക്കി. അവരുടെ അയോഗ്യതയിൽ എല്ലാവർക്കും നിരാശയുണ്ട്. അവർ 140 കോടി ആളുകളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ചാമ്പ്യനായി തുടരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഭാവി ലോക ചാമ്പ്യന്മാർക്ക് അവരുടെ ധൈര്യവും പ്രതിരോധവും പ്രചോദനമാണ്. ദ്രൗപദി മുർമു, രാഷ്ട്രപതിയുടെ പ്രതികരണം അത്തരത്തിലാണ്. ഇതെല്ലാം കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഗുസ്തി ഫെഡറേഷൻ്റെ നേതാവായിരുന്ന ബ്രിജ് ഭൂഷൺ, BJP നേതാവും UP-യിലെ MP-യുമായിരുന്ന ബ്രിജ് ഭൂഷൺ ഗുസ്തി താരങ്ങൾ ആയ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉയരുകയും അത് കോടതിയിലെത്തുകയും ഒക്കെ ചെയ്യുകയും തങ്ങൾക്ക് കിട്ടിയ മെഡലുകളും മറ്റും ഗംഗയിൽ ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഈ വിനേഷിൻ്റെ നേതൃത്വത്തിൽ തന്നെ നിരാഹാര സമരം അവർ ആരംഭിക്കുകയും അവസാനം കർഷക നേതാക്കൾ ഇടപെട്ട് അത് ഒത്തുതീർക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടാണ് BJP നേതൃത്വവും UP-യിലെ BJP നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ UP-യിലെ ബ്രിജ് ഭൂഷൻ്റെ മണ്ഡലം, ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകാതെ മാറ്റി നിർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയാണ് BJP നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം ബ്രിജ് ഭൂഷനെ സമാധാനിപ്പിച്ചത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തത്. അപ്പോൾ പ്രധാനമന്ത്രിയായാലും BJP നേതൃത്വമായാലും ആരോപണ വിധേയനായ ബ്രിജ് ഭൂഷണോടൊപ്പമായിരുന്നു. ആ ബ്രിജ് ഭൂഷൺ കായിക താരങ്ങളെ, ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചു എന്ന വാർത്ത നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിന്നതാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ 100 ഗ്രാം വ്യത്യാസത്തിൽ, സംശയകരമായ സാഹചര്യത്തിൽ ഈ സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടതോടെ ലോകം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ബ്രിജ് ഭൂഷണെതിരെ ഉണ്ടായ ആരോപണത്തെക്കുറിച്ചും ലോക കായിക രംഗം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത.